السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ, സഹോദര സഹോദരിമാരെ, വാത്സല്യനിധികളായ എൻ്റെ വിദ്യാർത്ഥിനികളെ, ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയും അവൻ്റെ അന്തസ്സിനെയും അഭിമാനത്തിനും ക്ഷയം വരുത്തുന്ന, കൂട്ടത്തിനും കുടുംബത്തിനും നാടിനും ഭാരമാവുകയും പ്രശ്നമാവുകയും ചെയ്യുന്ന ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചാണ് ഇന്നത്തെ ചർച്ച. ഒരിക്കൽ ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് ആ വ്യക്തിക്ക് വിമുക്തി നേടാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ആ മനുഷ്യൻ്റെ ജീവിതം ലക്ഷ്യബോധമില്ലാതെ, അടക്കവും ചിട്ടയുമില്ലാതെ, നാടപൊട്ടിയ പട്ടം പോലെ, നിയന്ത്രണം വിട്ട വണ്ടി പോലെ എവിടെയെങ്കിലും പോയി അവസാനിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, എവിടെയും ഇന്ന് ബോധവൽക്കരണം നടത്തുന്നുണ്ട്, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് നമ്മൾക്ക് അതിനെ തടയാൻ കഴിയുക എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ച. പക്ഷെ അതിൽ അടിമപ്പെട്ടു പോയ ആളുകളെ നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുണ്ട്. കാരണം അതിന് അഡിക്റ്റായവർക്ക് അവരെ തടവിലിടുകയും കൗൺസിലിംഗ് നടത്തുകയും അതുപോലെ തന്നെ മരുന്ന് നൽകുകയും ചെയ്തുകൊണ്ട് മാത്രമേ അതിൽ നിന്ന് മോചനം കൊടുക്കാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരെ നമ്മൾക്ക് തടഞ്ഞു നിർത്താം. അല്ലാത്തവർക്ക് നമ്മൾക്ക് പ്രചോദനം നൽകി, ഉത്തേജനം നൽകി നമ്മൾക്ക് അവരെ തടഞ്ഞു നിർത്താവുന്നതാണ്. എന്താണ് ലഹരി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരുപാട് നിർവചനമുണ്ടെങ്കിലും ഒരുപാട് ലഹരി ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ പ്രശ്നത്തിലാക്കുന്ന ലഹരി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? താൽക്കാലികമായി സന്തോഷമോ ആനന്ദമോ ഉത്തേജനമോ മസ്തിഷ്ക മരവിപ്പോ ഉണ്ടാക്കുന്ന ദ്രാവക മാരക വസ്തുക്കളെയാണ് നാം ലഹരി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് പ്രത്യേകിച്ച് ഇത് കാണപ്പെടുന്നത് കൗമാരക്കാരിലാണ്. കാരണം അവരുടെ ജീവിത ശൈലി എന്തും ചെയ്യാം, എങ്ങനെയും അത് എല്ലാം എൻ്റെതായിരിക്കണം, ഇങ്ങനെ പല ചിന്താഗതികളുടെ അഭിലാഷങ്ങൾ പൊട്ടിയെഴുതുന്ന ഒരു അവസ്ഥയായിരിക്കും അവരത്. അപ്പോൾ ഇത് ആദ്യമായി ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒന്ന്, കൂട്ടുകെട്ട് കാരണം. നമ്മൾ ഒരു കുടിയനോ അതല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന് കമ്പനി കൂടുമ്പോൾ ഇതൊന്ന് കുടിച്ചു നോക്കാനോ അതല്ലെങ്കിൽ ഇതൊന്ന് രുചിച്ചു നോക്കാനോ ഉള്ള പ്രചോദനം കാരണം അവൻ ആദ്യമായി ഒന്ന് ഉപയോഗിക്കും. പിന്നെ അതിൽ നിന്ന് അവൻ രക്ഷപ്പെടാൻ സാധ്യമല്ല. രണ്ടാമത്തത്, ഒന്ന് രുചിച്ചു നോക്കിയാലോ, ഒന്ന് രുചിച്ചു നോക്കിയാൽ തിരക്കിടില്ല എന്നുള്ള ഒരു മാനസികതലം ഉണ്ടാകുന്ന അവസരത്തിലും അത് ഉണ്ടാവുന്നതാണ്. മറ്റൊന്ന്, ഈ സിനിമ പോലത്തെ കാര്യങ്ങൾ കാണുമ്പോൾ അതിൽ അവർ ആനന്ദിക്കുന്നതും ആഹ്ലാദിക്കുന്നതും സന്തോഷം നൽകുന്നതുമായ സദ്യകൾ ഒരുക്കുക, ഉല്ലാസ പ്രകടനങ്ങൾ നടത്തുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ഇത് ഏറ്റവും ഒരു ഉന്നത പദവിയിലേക്ക് എത്തിക്കുന്നതാണ്, അതല്ലെങ്കിൽ ഇത് നല്ല കാര്യമാണ് എന്നുള്ള പ്രചോദനം നൽകുന്ന രീതിയിൽ അതിനെ ഉപയോഗിച്ച് കാണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് അതിലേക്കൊരു ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയും അത് ഉപയോഗപ്പെടുത്തും. അങ്ങനെ ഇതിൻ്റെ തുടക്കം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ, നമ്മൾ കൂട്ടുകൂടുമ്പോൾ പ്രത്യേകിച്ച് നോക്കണം ആരോട് കൂട്ടുകൂടുന്നു, ആരോടാ കൂട്ടുകൂടുന്നത്. പിന്നെ രുചിച്ചു നോക്കിയാൽ ഉണ്ടാകുന്ന അപകടം ഗുരുതരമാണ് എന്ന് നാം ആലോചിക്കണം. എല്ലാവർക്കും അറിയാം ഈ എന്തൊക്കെയാണ് കഞ്ചാവ്, അതുപോലത്തെ MDMA, ബ്രൗൺ ഷുഗർ, അതുപോലത്തെ ഒരുപാട് വസ്തുക്കളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ മസ്തിഷ്കം, അതുപോലെ തന്നെ അഥവാ മനുഷ്യൻ്റെ ബുദ്ധി, ആ മനുഷ്യൻ്റെ വ്യക്തിത്വം എല്ലാം തകരാറിലാക്കി കളയും. അവനാരും, ഇപ്പം നിങ്ങൾ നോക്ക്, ഒരു നാട്ടിൽ ഒരു കുടിയനുണ്ട് നിൽക്കാം, ഒരു നാട്ടിൽ ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആ മനുഷ്യന് നിങ്ങൾ അനുഭവത്തിലൂടെ മനസ്സിലാക്കിക്കൊള്ളൂ നാട്ടിൽ അവൻ്റെ വില എന്തായിരിക്കുമെന്ന്, കുടുംബത്തിൽ അവൻ്റെ നിലയും വിലയും എന്തായിരിക്കുമെന്ന്, അവൻ്റെ വ്യക്തിത്വം എങ്ങനെയായിരിക്കുമെന്ന്. അവന്
അവൻ്റെ വ്യക്തിത്വം എവിടെയെങ്കിലും കിടന്നിട്ടും വീണിട്ടും അതുപോലെ തന്നെ മുറിവായിട്ടും മഴത്തുമൊക്കെ കടന്ന് കള്ളുകുടിയന്മാരൊക്കെ ചില അവസ്ഥകളൊക്കെ നമുക്ക് കാണാം. കാരണം കുറേ സംസാരം സ്വന്തമായി സംസാരിച്ച് പോകുന്നത് കാണാം. കാരണം എന്താണ്, ഇത് അമിതമായി കഴിഞ്ഞാൽ നമ്മളൊക്കെ കേൾക്കാത്ത ശബ്ദങ്ങളൊക്കെ അവർ കേൾക്കും. അപ്പം അതാണ് അതിന് മറുപടി പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാം. നമ്മൾ വിചാരിച്ചു എന്താ പറയുന്നത്, പക്ഷേ അവർക്ക് ഒരു പ്രത്യേക തരംഗങ്ങളെ ശബ്ദങ്ങളെ അവർ കേൾക്കുകയും അതിന് മറുപടിയാണ് അവർ ഈ പറഞ്ഞുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ അമിതമായി കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബുദ്ധി തകരാറിലാവും. ഇതൊക്കെ നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഈച്ച ഒരു വിളഞ്ഞിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആദ്യം മുട്ടലതിൻ്റെ അതിൻ്റെ കാലത്തിലൊട്ടുമ്പോൾ അത് അതിൻ്റെ ശക്തി ഉപയോഗിച്ച് മേലോട്ട് പറക്കാൻ ചിറകടിച്ച് നോക്കും. അങ്ങനെ ചിറകടിച്ച് നോക്കുമ്പോൾ അത് പിന്നെ വീണ്ടും അങ്ങനെ ചിറകടിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ചിറകും പൊട്ടിക്കളയും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിന് കടിച്ചിട്ട് രക്ഷപ്പെടാൻ മാർഗമുണ്ടോ നോക്കി അത് ആഞ്ഞ് വിളഞ്ഞിയിൽ കടിക്കാൻ നോക്കും. അപ്പോൾ അതിൻ്റെ ആ ചുണ്ട് ആ ഭാഗങ്ങൾ അവിടെ ഒട്ടി. ഇങ്ങനെ പിന്നെ ആ ഒരു ഈച്ച അതിൽ നിരകിച്ച് തീരാനാണ് ഉണ്ടാകുക. ഇതുപോലെയാണ് ഒരു മനുഷ്യൻ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരു വിവാഹത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടപ്പോൾ മൂത്താപ്പാക്ക് വക്കാലത്ത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ ഉപ്പയുടെ ജ്യേഷ്ഠന് വക്കാലത്ത് കൊടുത്താൽ മതി. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ്. അവനെ അത് അത് അങ്ങനെ നല്ലത് അവനെ കൊണ്ട് വക്കാലത്ത് വാങ്ങി തൽക്കാലം അവനെ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞേക്കാം. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ ഏത് സമയത്തും എന്താണ് ലഹരിയിലായിരിക്കും എന്നുള്ളതാണ്. ആ മനുഷ്യന് തൻ്റെ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ലഹരി ഉപയോഗിച്ചതായി. സാക്ഷിക്ക് പറ്റുമോ എന്ന് പോകാൻ ഒഴിവാക്കാൻ പറ്റുമോ? സ്വന്തം കൂട്ടക്കാർ കുടുംബക്കാരാണെങ്കിൽ അവനും ഉണ്ടായിക്കോട്ടെ എന്ന് പറയും. അവൻ അടുപ്പിക്കൂല, അവനെ പുറത്ത് നിർത്താൻ സാക്ഷിക്ക് പറ്റില്ല. ഇങ്ങനെ എല്ലാ വിധേന ഇപ്പം അത് സമ്പന്നരാണെങ്കിൽ മറ്റൊരു നിലപാടായിരിക്കും. മനസ്സിലായല്ലോ. അവർ ഉപയോഗിച്ച് കഴിഞ്ഞാലും അവരുടെയും അവസ്ഥ തന്നെ ആരായാലും പിന്നെ അതിൽ നിന്ന് വീടാൻ കഴിയുകയില്ല. എൻ്റെ സുഹൃത്തുക്കളെ, അപ്പോൾ ഇതിൽ പെട്ടുപോകലിനെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പെട്ടുപോയി കഴിഞ്ഞാൽ ലഹരി എന്തായാലും ശരി, അത് MDMA ഇപ്പോൾ ആകെ വ്യാപകമാണ്. പോലീസ് ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട്. എന്നാൽ അത് മാറുകയില്ല. അതിന് പകരം മറ്റൊന്ന് കണ്ടെത്തും. ഒരു ലഹരി ഉപയോഗിച്ച് ശീലിച്ചവൻ അതിന് പകരമായി മറ്റൊന്ന് കണ്ടെത്തും. യഥാർത്ഥത്തിലുള്ള ലഹരി അവൻ കണ്ടെത്തണം, ആനന്ദം കണ്ടെത്തണം, സന്തോഷം കണ്ടെത്തണം, എന്തിൽ കണ്ടെത്തണം? അവൻ്റെ ജീവിതത്തിൽ ഖാലിക്കായ ഉടമസ്ഥനെ കണ്ടുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കിക്കൊണ്ട് അവൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തി അതിലൂടെ പോവുകയാണെങ്കിൽ അതേ ആനന്ദവും സന്തോഷവും സംതൃപ്തിയും അവന് നൽകും. നാളത്തെ ജീവിതം എനിക്കുണ്ട് എന്നുള്ള ബോധമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഓരോരുത്തരും പരിശോധിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിലുള്ള കുടിയന്മാരെയും അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെയും അവസ്ഥ എന്താണ്? വിഭാഗം ജയിലിൽ പോകുന്നു, അങ്ങേയറ്റത്തെ മർദ്ദനങ്ങൾ അവർ ഏൽക്കേണ്ടി വരുന്നു, അവരെ കുറ്റം സമ്മതിക്കാതിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങളിൽ നമ്മൾ ചെന്ന് വിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യമല്ല. പരിശുദ്ധമായ ഈ മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഈ ലഹരിയെ എങ്ങനെയാണ് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതെന്നറിയോ? ഒറ്റയടിക്ക് ഇസ്ലാം അങ്ങോട്ട് ഹറാമാക്കിയിരിക്കല്ല. കാരണം അത് അത്രമാത്രം ഗൗരവമായതും അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടാണ് ഇത് ഈ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇസ്ലാം മദ്യപാനത്തെ നിരോധിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഈ മദ്യം ഉപയോഗിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് പലയിടത്തും പല പ്രശ്നം, ഒരു സ്വസ്ഥതയില്ല. ഇസ്ലാമിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സഹാബത്തെല്ലാം കള്ള് ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. കള്ള് അവർ ഉപയോഗിച്ചിരുന്നു. മനസ്സിലുണ്ടോ? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രം അദ്ദേഹം കള്ള് തൊട്ടിട്ടില്ല. ഒരൊറ്റ സൃഷ്ടിക്ക് മുമ്പിലും ഒരു പ്രതിമയ്ക്ക് മുമ്പിലും സുജൂദ് ചെയ്യാത്ത ഒരൊറ്റ വ്യക്തിത്വം ഉണ്ടെങ്കിൽ അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. അദ്ദേഹം ലഹരി രുചിച്ചു നോക്കിയിട്ടില്ല. ഒരു പ്രതിമയ്ക്ക് മുമ്പിൽ, ഒരു സൃഷ്ടിക്ക് മുമ്പിൽ സുജൂദ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഖുലഫാ റാഷിദീങ്ങളിൽ നിന്ന് ഒന്നാമത്തെ ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയത്, അലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫാഇ റാഷിദീൻ മഹ്ദിയീന ബഅദി, എൻ്റെ സുന്നത്തിനെ നിങ്ങൾ നോക്കിക്കോ. ഞാൻ എങ്ങനെ പ്രവർത്തിച്ചു, ഞാൻ എന്തിൻ്റെ മൗനാനുവാദം നൽകി, അത് നിങ്ങൾ വ്യക്തമായി നോക്കിക്കോ. എൻ്റെ ശേഷം എൻ്റെ 4 ഖുലഫാ റാഷിദീങ്ങളുടെ ചര്യ, 4 ഖുലഫാ റാഷിദീങ്ങളുടെ ചര്യ നിങ്ങൾ നോക്കുക. അതനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമനാകാനുള്ള കാരണം അതാണ്.
അമ്പിയാക്കൾക്ക് ശേഷം ഹൈറായ സൂര്യോദയം നടന്നത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മേലാണ്. അത്രമാത്രം മഹത്വം ശ്രേഷ്ഠതയുള്ള ഒരു മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അല്ലാത്തവർക്ക് അല്പൽപ്പൊക്കെ ഇത് ഉപയോഗിക്കുമായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയ. അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എവിടെ നോക്കിയാലും പ്രശ്നം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ മത. എവിടെയും ശാന്തി, സമാധാനം, സൗന്ദര്യം, അല്ലെ, സൗഹാർദ്ദം, ഇതാണ് ഇസ്ലാം. എവിടെ നോക്കിയാലും പ്രശ്നം. അപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയ. പടച്ചോനെ, ഈ കള്ളിന്റെ വിഷയത്തിൽ സ്വസ്ഥമായിക്കൊണ്ട് ഒരു വ്യക്തമായ തെളിവ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇതിൽ നിന്ന് സുരക്ഷിതത്വം, ഇതിൽ നിന്ന് ഒരു ശാന്തി, സമാധാനം നീ കൊണ്ടുവരണേ അല്ലാഹ്. ഫനസലത്ത് അപ്പോൾ ഇറങ്ങിയ ഒരു ആയത്തുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ആയത്തിറങ്ങി, യസ്അലൂനക അനിൽ ഖംറി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്. നബിയെ, തങ്ങളോട് അവർ ചോദിക്കും, കള്ള്, ചൂതാട്ടം ഇവയെ സംബന്ധിച്ച് അവർ നിങ്ങളോട് ചോദിക്കും. ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു കൊള്ളുക, അതിൽ രണ്ടിലും ഭയാനകരമായ കുറ്റമുണ്ട്. വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളും ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ചില ദുഃഖിത പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായി ഒരു ശമനം കിട്ടും. പക്ഷേ പൂർവോപരി അത് അപകടകരമായ നിലയിൽ തിരിച്ചു വരികയും ചെയ്യും. ഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. ഖുർആനാണ് പറയുന്നത്, അതിൻ്റെ ഉപകാരത്തിനേക്കാൾ ഏറ്റവും കഠിനമായ കുറ്റമാണ് അതിനുള്ളത്. ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്തിൽ നിന്ന് കുറച്ച് ആളുകളൊക്കെ അതങ്ങനെ ഒഴിവാക്കാൻ തുടങ്ങി. അതെല്ലാം ഒഴിവാക്കി. പിന്നെ മറ്റൊരു ദിവസം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ജനങ്ങളെ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഒരു സൽക്കാരം നടത്തി. ജനങ്ങളൊക്കെ വിളിച്ചു കൂട്ടി, സഹാബത്തിനൊക്കെ വിളിച്ചു കൂട്ടി ഒരു സൽക്കാരം നടത്തി. അതിലെന്താക്കിയെന്നറിയോ? ഈ മദ്യം വിളമ്പി കൊടുത്തു. മദ്യം വിളമ്പി അതൊക്കെ എല്ലാവരും കഴിച്ചു. ചില ആൾക്കാർ കഴിച്ചു, ആൾക്കാർ കഴിക്കാത്ത ആൾക്കാരൊക്കെ. അങ്ങനെ മഗ്‌രിബ് നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ആ ടൈമായപ്പോൾ സ്വഹാബത്ത് നിസ്കരിക്കാൻ പോയി. അതിൽ ഒരുത്തൻ ഇമാമത്ത് നിന്നു. നിന്നിട്ട് യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദതും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ സൂറത്താവുന്നത് എന്താണ് പറയുക? ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നില്ല. അതിൻ്റെ നേരെ വിപരീതമാണ് പറഞ്ഞത്. ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നു, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാനും ആരാധിക്കുന്നു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ദൃഷ്ടിയിലും അദ്ദേഹം നബിയിലും എത്തിക്കഴിഞ്ഞു. അപ്പോഴായിത്തിറങ്ങി, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖറബുസ് സ്വലാത വഅൻതും സുകാറാ ഹത്താ തഅലമൂ മാ തഖൂലൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, ലാ തഖറബുസ് സ്വലാത്ത, നിസ്കാരത്തിലേക്ക് നിങ്ങൾ ചെല്ലരുത്. വഅൻതും സുകാറ, നിങ്ങൾ മസ്ത് ലഹരി ബാധിച്ചവരായി. ഹത്താ തഅലമൂ മാ തഖൂലൂന, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല. ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു അറിയോ? ചില ആളുകളൊക്കെ രാത്രി സംസ്കാരത്തിന് ശേഷം മദ്യപിക്കും. ആ രാവിലെ ആകുമ്പോഴേക്കും എന്താവും? അതിൻ്റെ ലഹരിയുടെ ആ അവസ്ഥ മാറും. അങ്ങനെ ഉപയോഗിച്ചു വന്നു. വീണ്ടും ഇതിന് പ്രശ്നം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ 2 ഘട്ടങ്ങളായി. മൂന്നാമത്തെ ഘട്ടവും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ബയ്യിൻ ലനാ ഫിൽ ഖംറി ബയാനൻ ഷാഫിയ. പടച്ചോനെ, ഈ കള്ളുകുടിയിൽ നിന്ന്, ഈ മദ്യപാനത്തിൽ നിന്ന് മുക്തി നേടുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്, ഒരു ഉപദേശം നൽകണേ അല്ലാഹ് എന്നുള്ള നിലക്ക് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجس من عمل الشيطان.
തീർച്ചയായും കള്ളുകുടിയും ചൂതാട്ടവും നാട്ടപ്പലകയും പ്രശ്ന ഉപകരണങ്ങളും പ്രതിമകളുമെല്ലാം രിജുസുമിന്നമലി ഷെയ്ത്താൻ പൈശാചികമായ പ്രവണതയാണ്. ഫജ്തനിബൂ, അതിനെ നിങ്ങൾ പാടെ ഉപേക്ഷിക്കണം. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ വേണ്ടി. അത് നിങ്ങൾ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. ഇന്നമാ യുരിദു ശൈത്വാനു, തീർച്ചയായും ഷെയ്ത്താൻ ഉദ്ദേശിക്കുന്നു അയ്യൂക ബൈനക്കുമുൽ അദാവത്ത വൽ ബഗ്ളാ, നിങ്ങളുടെ പരസ്പരം വൈരാഗ്യവും ദേഷ്യവും കുഴപ്പങ്ങളും ഒക്കെ ഈ കള്ളുകുടിയും ചൂതാട്ടവും കാരണമായി നിങ്ങളിൽ ഷെയ്ത്താൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തെ തൊട്ടും നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കലെ തൊട്ടും നിങ്ങളെ തടയുന്നു ഷെയ്ത്താൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നു വഅനിസ്വലാത്തി ഫഹൽ അൻതും മുൻതഹൂൻ, ഇത്തരം പൈശാചികമായ പ്രവണതയിൽ നിന്ന് നിങ്ങൾ വിരമിക്കുന്നില്ലേ എന്നൊരൊറ്റ ചോദ്യമാണ് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളോട് അങ്ങോട്ട് ചോദിച്ചത്. ആ ചോദ്യം കാരണം അന്ന് വലിയ വലിയ കള്ളിൻ്റെ വ്യാപാരം നടത്തിയിരുന്ന ആളുകൾ ഈ ആയത്തൻ്റെ ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ എല്ലാവരും കള്ളിൻ്റെ പീപ്പകളും അതുപോലെ തന്നെ അത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ തട്ടി അങ്ങോട്ട് നിരത്തി കളഞ്ഞു. അവിടെ വെച്ച് അങ്ങോട്ട് നിർത്തി. ഒരു ചാലിട്ടൊഴുകിയിരുന്നു കള്ളുകൾ എന്നൊക്കെ കാണാം. ഇത്രമാത്രം മദ്യങ്ങൾ മദീന തെരുവീതിയിലൂടെ ഒഴുകിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈമാൻ കൊണ്ട് മാത്രമാണ് ഇത് നമ്മളെ നിയന്ത്രിക്കുകയുള്ളൂ, അല്ലാത്തൊന്നും നമ്മൾക്ക് ഇതിന് പരിഹാരമല്ല. അപ്പം എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കൾ, എൻ്റെ വിദ്യാർത്ഥിനികൾ, എൻ്റെ കൗമാരപ്രായക്കാർ ചിന്തിച്ചു കൊള്ളുക. ഇതിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ കൂട്ടുകൂടാൻ കമ്പനിക്ക്, അതല്ലെങ്കിൽ ഒന്ന് രുചിച്ചു നോക്കാനുള്ള ആഗ്രഹം, അതല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ അതൊന്ന് പരിശോധിച്ച് നോക്കുക, ഇങ്ങനെയൊക്കെയാണ് അതിൽ പെട്ടുകഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. പിന്നെ അവൻ്റെ ജീവിതം നാടപൊട്ടിയ പട്ടം പോലെ, നിയന്ത്രണം വിട്ട വാഹനം പോലെ എവിടെയെങ്കിലും പോയി അവസാനിക്കലായിരിക്കും ഉണ്ടാകുക. തന്നെയല്ല യമൂത്തുൽ ഇൻസാനു അലാ മാ അശാ, ഒരു മനുഷ്യൻ ഏതെൻ്റെ മേലിൽ ജീവിക്കുന്നോ അതിൻ്റെ മേലിൽ മനുഷ്യൻ മരിക്കും. വാഹനാപകടം ഉണ്ടായി, പരിശോധിച്ച് നോക്കുമ്പോൾ ആ ഡ്രൈവർ മദ്യപാനിയായിരുന്നു, മദ്യം കഴിച്ചിരുന്നു എന്നതൊക്കെ കാണാൻ നമുക്ക്. എന്തുകൊണ്ട്? അവനെ മദ്യം കഴിച്ചതുകൊണ്ട് അവൻ മദ്യപാനിയായി മരിക്കണം. അവൻ നിരന്തരമായി മദ്യം കഴിച്ചതുകൊണ്ട് മദ്യപാനിയായി മരിക്കണം എന്ന അള്ളാഹുവിൻ്റെ ഖദർ. ഇങ്ങനെ ഓരോന്നും. അപ്പം നമ്മൾ സമൂഹത്തിൽ ഒറ്റപ്പെടും, തന്നെയല്ല നമ്മുടെ വ്യക്തിത്വം നശിക്കും, തന്നെയല്ല നമ്മളെ കുടുംബത്തിൽ നമ്മൾ ഒറ്റപ്പെടും. നമ്മൾ ശറഈയായ ഹുക്കുമുകളിൽ നമ്മളെ ഭാഗവത്താകേണ്ട കാര്യങ്ങളിൽ നമ്മൾ മാറ്റി നിർത്തപ്പെടും. എല്ലാത്തിലും ഈ വ്യക്തി ഒറ്റപ്പെടും. അങ്ങനെ നരകിച്ച് ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരും എന്നുള്ള ഒരു ബോധം നമ്മൾക്ക് ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം മാരകമായ വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, സന്താനങ്ങളെ ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. വരാനിരിക്കുന്ന കാലം ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു ഈമാനികമായ ശക്തിയും ഈമാനികമായ ശക്തിയും നമ്മളുടെ മനസ്സിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുഖല്ലിബുൽ ഖുലൂബ്, അല്ലാഹു തആല കൽബിനെ മാറ്റിമറിക്കുന്നവനാണ്. അവൻ ദീൻ ഇസ്ലാമിൻ്റെ മേൽ നമ്മുടെ കൽബിനെ ഉറപ്പിച്ച് നിർത്തി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നിരവധി ആളുകളുണ്ട്. അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹളായ ഫദ്ല് കൊണ്ട് മഗ്ഫിറത്തും മർഹമത്തും ഒക്കെ നൽകട്ടെ. മരിച്ചുപോയ ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.